ഫ്രീ സിം മേടിക്കാനായി ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോന്റെ അമ്മയും ആ സിം മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഹീറോ, റോക്സി, ചാർലി ഇവരൊക്കെ ഒരു ബാറിൽ പോയപ്പോൾ അവരെ ഒരാൾ മദ്യത്തിൽ എന്തോ ചേർത്ത് ബോധം കെടുത്തുകയാണ്. ഹീറോ കണ്ണു തുറന്നപ്പോൾ ഹീറോ ഉള്ളത് ഒരു റെയിൽവേ ട്രാക്കിലാണ്. എന്നിട്ട് ഇദ്ദേഹം ഹീറോനോട് പറയാണ്, നിന്നെ രക്ഷിക്കണമെങ്കിൽ എന്റെ ഈ കത്തിക്ക് മാത്രമേ സാധിക്കൂ. പറ, എന്താണ് കിങ്സ്മാൻ, എന്താണ് അവരുടെ ഉദ്ദേശം? അത് പറഞ്ഞു തന്നാൽ നിന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ച് നീ ചാവും. നിന്റെ കൂടെയുണ്ടായ മറ്റു രണ്ടുപേർ അത് പറയാത്തത് കാരണം അവരെ രണ്ടുപേരെയും ഞാൻ കൊന്നുകളഞ്ഞു. പറ, നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. എന്നാൽ ഹീറോ പറയാൻ തയ്യാറായിട്ടില്ല. ട്രെയിൻ ഹീറോയെ ഇടിച്ചു കൊല്ലുകയാണ്. എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്രെയിൻ പാസ് ചെയ്തപ്പോൾ ഹീറോ കിടന്ന ട്രാക്ക് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഹാരി. സോ ഇതും ഒരു ടെസ്റ്റ് ആയിരുന്നു. ഈ ടെസ്റ്റിൽ റോക്സി ഓൾറെഡി ജയിച്ചു. പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഹീറോയും പാസ്സായി. ഇനി അവസാനമുള്ളത് ചാർലിയാണ്. ചാർലി പേടിച്ച് എല്ലാം തുറന്നു പറഞ്ഞു, അവരുടെ പ്ലാൻസും എല്ലാം. ചാർലിയുടെ മേൽ ട്രെയിൻ ചെന്നു. ട്രാക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട്. കണ്ണു തുറന്നപ്പോൾ ആർത്തറാണ് മുന്നിൽ. അപ്പോഴാണ് ചാർലി അറിയുന്നത് ഇതൊരു ടെസ്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ ചാർലിയും എലിമിനേറ്റഡ് ആയി. സോ ഇവിടെ വില്ലൻ ഒരു വലിയ മെഷീനിൽ തന്റെ കൈ വെക്കുന്നത് കാണാം. ഈ മെഷീൻ വളരെ ഡേഞ്ചറസ് ആണ്. വില്ലന്റെ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ഇവിടെ കിങ്സ്മാനിലേക്ക് ഹാരി ഹീറോനെ കൂട്ടി പോവുകയാണ്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ട്രയൽ റൂമിൽ ആരോ സ്യൂട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാരി ഹീറോനെ മറ്റൊരു ട്രയൽ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ അകത്ത് ഒരു സീക്രട്ട് റൂം ഉണ്ട്. അവിടെ മുഴുവനും ഹൈ ടെക്നോളജി വെപ്പൺസ് ആണുള്ളത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഹാരി ഹീറോക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അവര് കാണുന്നത് ഈ വില്ലനെയാണ്. സോ മറ്റേ ട്രയൽ റൂമിൽ ഉണ്ടായത് വേറെ ആരുമല്ല, ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഹാരിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തിയതാണ്. അദ്ദേഹം സ്യൂട്ട് മേടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ അത് മുന്നേ മനസ്സിലാക്കിയ ഹാരി അദ്ദേഹം വാങ്ങിയ സ്യൂട്ടിലെ ഹാറ്റിൽ ഹിഡൻ ട്രാക്കറും മൈക്കും വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ വാലന്റൈൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഹാരിക്ക് നിരീക്ഷിക്കാൻ കഴിയും. സോ ഇവിടെ ഇവരുടെ ലാസ്റ്റ് ടാസ്ക്, അതായത് ഹീറോയും റോക്സും ഇവരിൽ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യൂ. അങ്ങനെ ആർത്തർ ആണ് ഹീറോനെ വിളിച്ചത്, മെർലിൻ റോക്സിയെയും. ആർത്തർ അങ്ങനെ ഹീറോക്ക് ഒരു തോക്ക് കൊടുത്തു. അതേപോലെ മെർലിനും റോക്സിക്ക് ഒരു തോക്ക് കൊടുത്തു. എന്നിട്ട് അവർക്ക് കൊടുത്ത ടാസ്ക് അവർ ഇത്രയും കാലം വളർത്തിയ അവരുടെ പട്ടിയെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നാൽ ഹീറോക്ക് എങ്ങനെയും ആ പട്ടിയെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. കാരണം ഹീറോ അത്രയും സ്നേഹിച്ച് വളർത്തിയതാണ്. എന്നാൽ റോക്സി താൻ വളർത്തിയ പട്ടിയെ കൊല്ലുകയാണ്. അങ്ങനെ കിങ്സ്മാനിലേക്ക് റോക്സിക്ക് സെലക്ഷൻ കിട്ടി. അതേപോലെ ഹീറോ എലിമിനേറ്റഡ് ആയി. ഹീറോ എലിമിനേറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് ദേഷ്യത്തിൽ ഹാരിയുടെ കാറ് മോഷ്ടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അമ്മയെ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ കണ്ണിൽ മുറിവ് ഹീറോ കണ്ടു. അപ്പോൾ അത് സ്റ്റെപ്പ് ഫാദർ മർദ്ദിച്ചതാണ്. അങ്ങനെ ഹീറോ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെ എത്തി അദ്ദേഹത്തെ ഹീറോ തല്ലാനായിട്ട് പോകുമ്പോൾ ഹാരിയുടെ കാറിന്റെ വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ട് അടയുകയാണ്. അതേപോലെ ഡോറും ലോക്കായി. അതിനുശേഷം കാർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോവുകയാണ്. അതായത് ഹാരിയാണ് ആ കാർ തന്റെ ഐപാഡിൽ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഹീറോനോട്, നീ എന്തിട്ടാണ് അത് ചെയ്യാത്തത്? എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു, നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ ഹാരി ഹീറോനോട് പറയുന്നുണ്ട്. എന്നാൽ എനിക്കതിന് പറ്റിയിട്ടില്ല എന്ന് ഹീറോ പറയാണ്. ഇപ്പോൾ ഹീറോക്ക് കുറ്റബോധമുണ്ട്, കാരണം തനിക്ക് സെലക്ഷൻ കിട്ടാത്തതിൽ. ആ സമയമാണ് മെർലിൻ ഹാരിയെ വിളിച്ചിട്ട് വില്ലൻ ഒരു പള്ളിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാനായി പോവുകയാണ് എന്ന് പറയാണ്. അതായത് ഒരു പള്ളിയിൽ നിന്ന്, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വില്ലൻ എന്തോ ഒരു മിഷൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ എന്താണ് അവന്റെ ഉദ്ദേശം എന്നൊന്നും ഇവർക്ക് വ്യക്തമല്ല. എന്നാൽ ആ പള്ളിയിലെ ലൊക്കേഷൻ ഹാരിക്ക് കിട്ടി. അങ്ങനെ ഹാരി ആ പള്ളിയിലേക്ക് വില്ലൻ ആ മിഷൻ നടത്താനായി പോകുന്ന ആ ദിവസം പോകാനായി ഒരുങ്ങുകയാണ്. സോ ഇവിടെ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അവിടെ പള്ളിയിലുള്ള മെജോറിറ്റി ആൾക്കാരുടെ കയ്യിലും വില്ലന്റെ സിം കാർഡ് ഉണ്ട്. അങ്ങനെ അത് വില്ലൻ കൺട്രോൾ ചെയ്ത് അവിടെ ഒരു ന്യൂറോളജിക്കൽ വേവ് ആക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര വയലന്റ് ആവും. വില്ലൻ അത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ സിം കാർഡ് ഉള്ളവർ മാത്രമല്ല, അതിന് ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കര വയലന്റ് ആയിട്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് തല്ലുകൂടുകയാണ്. ഇതൊരു അടിപൊളി ഫൈറ്റ് സീനാണ്. നിങ്ങൾ ഈ സിനിമ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ട് ഈ ഒരു സീന് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും അടിപൊളി സീനാണ് ഇത്. അതായത് നമ്മുടെ ഹാരിയുടെ ഒരു അടിപൊളി ഫൈറ്റ്. എല്ലാവരും വയലന്റ് ആയി, നമ്മുടെ ഹാരിയും വയലന്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഹാരി ആണെങ്കിൽ എല്ലാവരും കൊല്ലുകയാണ്. വെടിവെച്ചിട്ടും കത്തി കൊണ്ട് കുത്തിയിട്ടും അങ്ങനെ ഭയങ്കര വയലൻസ് ആണ് ഈ ഒരു സീന് മുഴുവനും. അങ്ങനെ എല്ലാവരും അപ്പുറവും ഇപ്പുറവും കൊന്നു കളയുകയാണ്. മെജോറിറ്റി ആൾക്കാരെ കൊല്ലുന്നതും നമ്മുടെ ഹാരി തന്നെയാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും കൊല്ലപ്പെട്ടു. നമ്മുടെ ഹാരി മാത്രമേ ജീവനോടെ ബാക്കിയുള്ളൂ. അങ്ങനെ വില്ലൻ ആണെങ്കിൽ ആ വേവ്സ് ഓഫ് ചെയ്തു. അങ്ങനെ ഹാരിക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല, എന്താണ് ഇവിടെ സംഭവിച്ചത്, ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ കൊന്നത്, ഒന്നും ഹാരിക്ക് മനസ്സിലാവുന്നില്ല.
ഹാരി പുറത്തേക്ക് പോയപ്പോൾ ദാ അവിടെ വില്ലൻ നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നത്, എന്താണ് തന്റെ പ്ലാൻ എന്നൊക്കെ വില്ലൻ ഹാരിയോട് പറയാണ്. ജനങ്ങൾക്ക് ഫ്രീ സിം കാർഡ്സ് കൊടുത്ത് ന്യൂറോളജിക്കൽ വേവ് ഉണ്ടാക്കി എല്ലാവരും തമ്മിൽ അടുപ്പിച്ച് കൊല്ലിക്കണം. അതാണ് ഈ സൈക്കോ ബില്യനെയറിന്റെ ഉദ്ദേശം. അതിനുശേഷം മറിച്ച് ഡയലോഗ് ഒന്നും അടിക്കാതെ ആ വില്ലൻ ആണെങ്കിൽ പെട്ടെന്ന് തോക്കെടുത്ത് ഹാരിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഹീറോയും മെർലിനും ആർത്തറൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും ഷോക്കായി. കാരണം അത്രയും മികച്ച ഒരു ഏജന്റാണ് ഹാരി. ആ ഹാരിയാണ് അവൻ കൊന്നത്. ഇവിടെ ഹീറോ ആർത്തറിനെ കാണാനായി ചെന്നു. അദ്ദേഹം അവിടെ ഹീറോക്ക് വേണ്ടി ഗ്ലാസ്സിൽ വൈൻ ഒഴിച്ച് വെച്ചിട്ടൊക്കെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ ഹീറോക്ക് ഒരു പന്തികേട് തോന്നി. അത് മാത്രമല്ല, ആർത്തറിന്റെ കഴുത്തിലും ഹീറോ ഇംപ്ലാന്റ് കാണുകയാണ്. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി ആർത്തർ വില്ലന്റെ ആളാണ് എന്ന്. ആർത്തർ ഒഴിച്ചു വെച്ച വൈൻ ഗ്ലാസ് ഹീറോ കാണാതെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോക്ക് വേണ്ടി ഒഴിച്ചതാണ് ആർത്തർ കുടിച്ചത്. അപ്പോ അദ്ദേഹം ഹീറോനെ കൊല്ലാനായിട്ടാണ് പോയത്. എന്നാൽ ആർത്തർ തന്നെ ആ വൈന് കുടിച്ചതിന് ശേഷം മരണപ്പെടുകയാണ്. അതിനുശേഷം ഹീറോ ആണെങ്കിൽ ഒരു പെന്ന് കൊണ്ട് ആർത്തറിന്റെ കഴുത്തിൽ കുത്തിയിട്ട് ആ ഇംപ്ലാന്റ്സ് പുറത്തെടുക്കുകയാണ്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഹീറോ മെർലിനോടും റോക്സിയോടും ചെന്ന് പറഞ്ഞു. വില്ലൻ പ്ലാൻ ചെയ്തത് എല്ലാവരും തമ്മിലടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയാണ്. അങ്ങനെ അത് തടയാനായി ഇവര് 3 പേരും പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പറക്കുകയാണ്. സോ ഈ മഞ്ഞ കളർ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ട്രാൻസ് വെഹിക്കിൾ. സോ ഇത് വെച്ച് വാലന്റൈന് സിം കാർഡ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് തകർക്കണം. അങ്ങനെ അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും. ആ സമയം കൊണ്ട് വാലന്റൈന്റെ മിഷൻ നമ്മൾ ഇല്ലാതെയാക്കണം. അപ്പോൾ ഈ വെഹിക്കിൾ വെച്ച് സാറ്റലൈറ്റ് തകർക്കാനായിട്ട് പോകേണ്ടത് റോക്സിയാണ്. സോ ഇവിടെ റോക്സി റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി പറന്നുപോയി. ഫ്ലൈറ്റിൽ നിന്ന് ഹീറോക്ക് മെർലിൻ കോട്ടും സ്യൂട്ടുമുള്ള പെട്ടി കൊടുത്തു. ഇത് നിനക്കായിട്ട് ഹാരി സെലക്ട് ചെയ്താണ് എന്നും മെർലിൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വില്ലന് മാസ് ജനോസൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. തന്റെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് ഇവിടെ ഈ ലൊക്കേഷനിലുള്ളത്. സോ ഇവിടെ ദാ നമ്മുടെ ഹീറോ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച ആള് മിടുക്കനായി. സോ ഇവരും ഇപ്പോൾ ഫ്ലൈറ്റിൽ എത്തിയിട്ടുള്ളത് വാലന്റൈന്റെ അടുത്തേക്കാണ്. ആൻഡ് അവർ ഫേക്ക് ആയിട്ടുള്ള പേരിൽ ഫേക്ക് ഐഡീസ് യൂസ് ചെയ്താണ് ഇവിടെ എത്തിയത്. സോ ഹീറോ അകത്ത് ചെന്നു. മെർലിൻ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വാലന്റൈന്റെ കമ്പ്യൂട്ടർ അദ്ദേഹം ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാനായി നോക്കുകയാണ്. പക്ഷെ അവിടെ ചാർലി എന്നവൻ എത്തിയിട്ടുണ്ട്. അവൻ വാലന്റൈന്റെ ആളാണ്. അങ്ങനെ കഴുത്തിൽ കത്തിവെച്ച് വാലന്റൈനോട് ചാറിനെ പിടികൂടി എന്ന് പറയാണ്. എന്നാൽ ഹീറോ അവനെ ഇടിച്ചിട്ടിട്ട് പുറത്തേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഒരുപാട് പേര് ഹീറോനെ വെടിവെക്കാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവരെയൊക്കെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. സോ ഗൈസ്, പിന്നെ റോക്സി ആണെങ്കിൽ സാറ്റലൈറ്റ് തകർത്തു. അങ്ങനെ വില്ലന്റെ സിസ്റ്റം ഫെയിലിയർ ആയി. അതായത് ഇനി മറ്റൊരു സാറ്റലൈറ്റ് കിട്ടിയാൽ മാത്രമേ വില്ലന് തന്റെ മിഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവൂ. സോ ഇവിടെ സാറ്റലൈറ്റ് തകർത്തതിന് ശേഷം റോക്സി പാരഷൂട്ട് വെച്ച് ലാൻഡ് ചെയ്തു. ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്ത് ഹീറോയും ഫ്ലൈറ്റിൽ കയറി. എന്നാൽ വാലന്റൈൻ വീണ്ടും മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് അവര് വീണ്ടും വില്ലനെ തടയണം. സോ ഇവിടെ ഹീറോ ആണെങ്കിൽ വീണ്ടും വെപ്പൺസ് എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. മെർലിൻ വിമാനത്തിൽ വെപ്പൺസ് പിടിച്ച് നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിമാനത്തിന് ചുറ്റും ഒരുപാട് പേര് തോക്കുമായി വളഞ്ഞു. അതേപോലെ ഹീറോന്റെ ചുറ്റും ഒരുപാട് പേരുണ്ട്. അവർക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. സോ ഇവിടെ ഹീറോ റോക്സിയെ വിളിച്ച് ഒരു സഹായം ചോദിച്ചു. അതായത് എന്റെ അമ്മയെ വിളിച്ചിട്ട് എന്റെ അനിയനെ ബാത്റൂമിൽ പൂട്ടിയിട്ട് താക്കോല് കളയാനായിട്ട് പറയണമെന്ന്. അതിനുശേഷം മെർലിനോട് ഹീറോ ആർത്തൂറിന്റെ കഴുത്തിൽ നിന്ന് കിട്ടിയ ഇംപ്ലാന്റ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മെർലിനും ഒരു ഐഡിയ കിട്ടി. പിന്നീട് മെർലിൻ ആ ഇംപ്ലാന്റ് വെച്ച് എല്ലാവരും കണക്ട് ചെയ്ത് ഇംപ്ലാന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് വില്ലന്റെ എല്ലാവരും, അതായത് ഒരാൾ പോലും ബാക്കിയില്ലാതെ വില്ലന്റെ സൈഡിലുള്ള എല്ലാവരും തല പൊട്ടിത്തെറിച്ചു മരണപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് വില്ലനും ഗസലും മാത്രമാണ്. ഹീറോ അവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഒരു സ്ത്രീ മുട്ടുന്ന ശബ്ദം കേട്ടു. അത് വേറെ ആരുമല്ല, അത് പ്രിൻസസ് ആണ്. സോ പ്രിൻസസ് എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും രക്ഷിക്കും, മറിച്ച് എനിക്കൊരു കിസ് തരുമോ എന്നാണ് കുരുത്തം കേട്ട ഹീറോ ചോദിച്ചത്. പുള്ളിക്കാരിക്ക് എന്തായാലും ഹീറോനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ മോർ ദാൻ എ കിസ് തരും എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. സോ ഇവിടെ റോക്സി ഹീറോന്റെ അമ്മയെ വിളിച്ച് ഹീറോന്റെ സ്റ്റെപ്പ് ബ്രദറിനെ ടോയ്ലറ്റിൽ പൂട്ടിയിടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ലോക്ക് ചെയ്ത് താക്കോല് കതകിന്റെ അകത്തെ കൂടി തന്നെ ഇടാനായിട്ടും പുള്ളിക്കാരി പറയാണ്. അമ്മ അതുപോലെ ചെയ്തു. അപ്പൊ ഇവിടെ വില്ലൻ ആ വേവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് എല്ലാവരെയും സിമ്മിൽ ആ വേവ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും തമ്മിൽ തല്ലുന്നത് കാണാം. ഹീറോന്റെ അമ്മയാണെങ്കിൽ കതക് അടിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ് മകനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ഹീറോ പെട്ടെന്ന് അവിടെ വെടിവെച്ചപ്പോൾ വില്ലൻ ആ മെഷീൻ നിന്ന് കൈയെടുത്തു. അങ്ങനെ അത് ഓഫായി. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം ഗസലും ഹീറോയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ വീണ്ടും വില്ലൻ മെഷീനിൽ കൈ
വെച്ച് വേവ്സ് ആക്ടിവേറ്റ് ചെയ്തു. എല്ലാവരും തമ്മിൽ തല്ലുകൂടനെ തുടങ്ങി. അമ്മയാണെങ്കിൽ കതക് തകർത്തു മകനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയം ഹീറോ ഗസൽ എന്ന സ്ത്രീയെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഹീറോ വില്ലനെയും കൊന്നുകളയുകയാണ്. മിഷൻ കംപ്ലീറ്റഡ്. ഹീറോ ലോകത്തെ തന്നെ രക്ഷിച്ചു. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ കുരുത്തം കെട്ട ഹീറോ ചെയ്തെന്താന്ന് വെച്ചാല് ഷാമ്പയിൻ ബോട്ടിലും എടുത്തുകൊണ്ട് ഓടുകയാണ്. എവിടത്തേക്ക്? പ്രിൻസസിനെ കാണാനായിട്ട്. അങ്ങനെ പ്രിൻസസിനെ പൂട്ടിയിട്ട് ആ ഒരു സെല്ല് ഹീറോ തുറന്നു കൊടുത്തു. പുള്ളിക്കാരി ഹീറോ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം നമ്മുടെ കുരുത്തം കെട്ട ഹീറോയും പ്രിൻസസും ഇഷ്ടത്തിലാവുകയാണ്. ഇനി കഥയുടെ ക്ലൈമാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ അടിപൊളിയാണ്. ഹീറോ കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് അമ്മയെ കാണാൻ പോവുകയാണ്. സ്റ്റെപ്പ് ഫാദറിന്റെ ബാറിലേക്ക്. അവിടെ ഗുണ്ടകളുമുണ്ട്. അങ്ങനെ അമ്മയോട് ഹീറോ പറയാണ്, അമ്മേ ഞാൻ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി മുതൽ അമ്മക്ക് എന്റെ കൂടെ അവിടെ നിൽക്കാം. എന്നാൽ ഈ ക്രിമിനൽ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ഹീറോനെ വളരെ വൃത്തികെട്ട രീതിയിൽ തെറി പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഹീറോ തിരിച്ചു പോകുന്നത് കാണാം. എന്നാൽ ഹീറോ പേടിച്ചിട്ടല്ല പോകുന്നത്. ഹീറോ ആ കതക് ലോക്ക് ചെയ്യാനായിട്ടാണ് പോയത്. അതായത് പണ്ട് ഹാരി ചെയ്ത അതേ സീനാണ് ഇത്. എന്നിട്ട് ഹാരി പണ്ട് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഹീറോ അവിടെ പറയുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുള്ള കൊട വെച്ച് ഗ്ലാസ് എടുത്ത് സ്റ്റെപ്പ് ഫാദറിനെ തലക്ക് എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം ഹീറോ വീണ്ടും ഹാരി പണ്ട് ഈ ഗുണ്ടകളോട് പറഞ്ഞ അതേ ഡയലോഗ് പറയുകയാണ്. ആ ഡയലോഗ്സ് കേട്ടപ്പോൾ തന്നെ ഈ ഗുണ്ടകൾക്ക് പേടിയായി. കാരണം അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അങ്ങനെ ആ ഗുണ്ടകളൊക്കെ ഹീറോനെ കണ്ട് പേടിച്ച് ഭയന്ന് നിൽക്കുന്നത് കാണാം. ഇവിടെയാണ് കഥ അവസാനിക്കുന്നത്.